السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ സുന്ദരമായ ഈ വേദിയിൽ ഇരിക്കുന്നത് പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതൽ ആമുഖമായിട്ടൊന്നും പറയാതെ വിഷയത്തിലേക്ക് കടക്കാനാണ് ഈ പാവപ്പെട്ട വിനീതൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസവും അതിൻ്റെ കർമ്മവും അതിൻ്റെ ആചാരങ്ങളുമെല്ലാം അതിലൊന്നും വൈകല്യമില്ലാതെ അതിനെ ആ തനിമയാർന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് നമ്മുടെ പൂർവ്വസൂരികൾ ഒരുപാട് കൃതികൾ അതിനുവേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്, അതിൽ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് മജ്ലിസുൻ നൂർ എന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിന്റെ ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ അദ്ദേഹത്തിന് മാറാത്തൊരു പകർച്ചവ്യാധി അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവിധ വൈദ്യരെയും കാണിച്ചു, പക്ഷെ ശിഫയുണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രവാചകന്റെ ആ തിരുമധുകൾ, അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രവാചകന്റെ ഓരോ ഭാവനകൾ അദ്ദേഹം അങ്ങനെ വർണ്ണിച്ച് പ്രവാചകർ അങ്ങനെ എഴുതുകയാണ്. അങ്ങനെ അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മമാ യാ വാസിഅൽ കറമി എന്ന രണ്ട് വരികൾ എഴുതിക്കൊണ്ട് അദ്ദേഹം തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശരീരം മുഴുവൻ തടവി കൊടുക്കുമ്പോൾ ശമനമുണ്ടാവുകയാണ്. ഇപ്രകാരം തന്നെയാണ് മജ്ലിസുൻ നൂറിന്റെയും നമ്മുടെ മങ്കൂസ് മൗലിദിന്റെയും അതിൻ്റെയൊക്കെ കാരണങ്ങൾ നാം നോക്കുമ്പോൾ നമ്മുടെ വല്യമ്മമാരുടെയും കാലഘട്ടത്ത് ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ നമ്മുടെ പൂർവ്വസൂരികൾ ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം ഇമാമിനെ അവരോട് പോയി കാര്യങ്ങളൊക്കെ സമീപിച്ചു. അവരുടെ സമീപനത്തിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ മങ്കൂസ് മൗലിദ് എഴുതി തുടങ്ങി. അങ്ങനെ ആ മങ്കൂസ് മൗലിദ് മലബാറിന്റെ അഷ്ടദിക്കിലും ചെല്ലാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ കൽപ്പിക്കുകയുണ്ടായി. പിന്നീട് ആ രോഗം ഇവിടെ നിന്ന് മാറിയതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മജ്ലിസുൻ നൂറിന്റെ ഉത്ഭവം. മജ്ലിസുൻ നൂറിന്റെ രചനയുടെ രീതികൾ തന്നെ, ആ മജ്ലിസുൻ നൂറിന്റെ രീതികൾ തന്നെ ഇലാഹിയത്തിലേക്ക് ഒരു പക്ഷെ എത്തിക്കുന്നതായിരിക്കാം. ഉഖ്റവിയായതും ദുനിയവിയായതുമായ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നു മജ്ലിസുൻ നൂർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി മജ്ലിസുൻ നൂർ എന്നത് ബദരിയത്തുൽ മൻകൂസിയ എന്ന ബൈത്താണ്. പിന്നീട് 2012 മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആ തിരുകരങ്ങളിൽ നിന്ന്, ആ ഇജാസത്തിൽ നിന്ന് പിന്നീട് പുതിയ പേരിൽ ഉത്ഭവിക്കപ്പെട്ടതാണ്. കാലങ്ങൾക്ക് മുമ്പ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. 10 വർഷമായിട്ട് അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ലായിരുന്നു. ജന്മനാ സമയത്ത് അദ്ദേഹത്തിന് കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ പാതിയിൽ വെച്ച് കാഴ്ച നഷ്ടപ്പെട്ട അദ്ദേഹം ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ സമീപിച്ച സമയത്ത് അത്തിപ്പറ്റ ഉസ്താദ്, നീ മജ്ലിസുൻ നൂറിന്റെ പരിപാടിയിൽ 10 പരിപാടിയിൽ നീ പങ്കെടുത്ത് 11ാമത്തെ പരിപാടിയിലേക്ക് നീ വരുമ്പോൾ നിനക്ക് നിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ മഹാമനുഷ്യൻ അബ്ബാസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അത്തിപ്പറ്റ ഉസ്താദിന്റെ വാക്കുകൾക്കനുസരിച്ചുകൊണ്ട് ആ പരിപാടിയിലേക്ക് പോവുകയും 11ാം
മൂന്നാമത്തെ തവണയിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. അത്രത്തോളം പ്രാധാന്യം, അത്രത്തോളം മഹത്വമേറിയതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മജ്‌ലിസുൻ നൂർ എന്നത്. ഇതൊരു ആത്മീയ വെളിച്ചമാ, ഇത് ഇലാഹിയത്തിലേക്ക് എത്താനുള്ള ഒരു പാതയാ. ഇത് നമ്മുടെ പൂർവ്വസൂരികൾ അവര് നടന്നു പോയ ധാരകളാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ മജ്‌ലിസുൻ നൂറിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു ഉമ്മത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായി പ്രവാചകൻ വർണ്ണിച്ചത് ആ സ്വഹാബീങ്ങളെയാണ്. ആ സ്വഹാബീങ്ങൾ അവരിൽ ഏറ്റവും ഉത്തമരായത് 313 ബദരീങ്ങളാണ്. ആ 313 ബദരീങ്ങളിൽ നിന്ന് 10 ബദരീങ്ങളുടെ ആ 313 ബദരീങ്ങളുടെ പേരുകൾ മജ്‌ലിസുൻ നൂറിന്റെ ആദ്യ ഭാഗത്തിൽ അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതുകയാണ്. അങ്ങനെ ആദ്യ ഭാഗം അത്തരത്തിലുള്ള പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠ ബദരീങ്ങളാണെന്ന് വിശേഷിപ്പിച്ച ആ മഹത്തുക്കളുടെ പേര് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ വേവലാദികൾ ഇലാഹിയായ റബ്ബിനോട് പറയാ, എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമെ കാക്കണം യാ റബ്ബനാ. 3 ജവാബുകൾക്ക് ശേഷം പിന്നീട് നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളുമാണ് പിന്നീട് അതിൽ വിവരിക്കുന്നത്. അങ്ങനെ പിന്നെയും ആ ബദരീങ്ങളുടെ പേര് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരുപാട് ശമനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സമുദായത്തിന് നൽകുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഹസൻ സഖാഫി പറയുന്നുണ്ട്, ഹൈദർ അലി തങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾ ഈ ഒരു മജ്‌ലിസുൻ നൂർ ചൊല്ലിയിട്ടാണ് പോയിരുന്നത്. ആ ചികിത്സ ഹൈദർ അലി തങ്ങളുടെ അമേരിക്കയിൽ നടക്കുന്ന ആ ചികിത്സ അത്രയും സുഖകരമായത് ഈ മജ്‌ലിസുൻ നൂറിന്റെ കാരണമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ